പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വളരെ ശക്തിയേറിയൊരു തിരുവചനം നാം കേൾക്കാൻ പോവുക. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ തിരുവചനം. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ബൈബിളിലെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് പറയുന്ന ഒരു വചനമാണ് ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും അവിശ്വസ്തത കാണിക്കില്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ദൈവം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു മാറ്റവും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18 തൊട്ട് 20 വരെയുള്ള വചനം നാം ധ്യാനിക്കുമ്പോൾ അവിടെ വചനം കാണും, 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാനുണ്ടായിരിക്കും. വചനത്തിന് യാതൊരു മാറ്റവും. ആ സംഭവം സത്യമാണത്. നീ എത്രമാത്രം വിശ്വാസത്തോടെ അത് വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ നിനക്ക് ഇത് അനുഭവമാണ്. ദൈവം വിശ്വസ്തനാണ് എന്നുള്ള കാര്യം നീ തിരിച്ചറിയും. വീണ്ടും 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനമുണ്ട്, ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവ രഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടുമാണ് നിങ്ങൾ ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരും. അതായത് വിശ്വസ്തനായ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതും ദൈവത്തോടുള്ള ഒരു വിശ്വസ്തതയാണ്. വിശ്വസ്തത എന്നുള്ള ശ്രേഷ്ഠമായ പുണ്യം. അതായത് ദൈവത്തിന് മുമ്പിൽ നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രതിജ്ഞ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാനുള്ള ഒരു വിശ്വസ്തത. നമ്മളെടുത്തിരിക്കുന്ന തീരുമാനം, അന്ത്യശ്വാസം വരെ ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നാലും അതിന് മാറിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ പഠിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരു ഉദാഹരണം, ഒരു വലിയ സംഭവം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സംഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. കുറേ നാളുകൾക്ക് മുമ്പ്, ഏകദേശം ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു കുടുംബം ഇവിടെ ധ്യാനിക്കാൻ വന്നു. വിദേശത്ത് നിന്ന് ധ്യാനത്തിനായിട്ട് വന്നതാണ്. അവിടെ ഒരു ആൺകുട്ടി, അവനൊരു 5 വയസ്സോളം പ്രായമുണ്ട്. 5 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അപ്പോൾ അവൻ്റെ പ്രത്യേകത, അവന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, ഓട്ടിസം ബാധിച്ച കൊച്ചാണ്. അപ്പോൾ ഈ കൊച്ചിന് വേണ്ടി ഇവർ ഒരുപാട് ചികിത്സ നടത്തി. ഇവർക്കറിയാവുന്ന വിധത്തിലുള്ള എല്ലാ ചികിത്സകളും ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടും യാതൊരു മാറ്റവും ഇല്ല. കൊച്ച് അതുപോലെ തന്നെ നിൽക്കുക. പക്ഷേ ഈ കൊച്ചിന് ഒരു പ്രത്യേകത, കൊച്ച് സംസാരിക്കില്ല. ഒട്ടും തന്നെ സംസാരിച്ചു, ശബ്ദങ്ങൾ മാത്രം വിടും, അല്ലാണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പനും അമ്മയും നല്ല പ്രാർത്ഥനയുള്ളവർ, അവർ നന്നായിട്ട് ധ്യാനം കൂടുന്നു. ധ്യാനം കൂടിയിട്ട് അവരെൻ്റെ അടുത്ത് വന്നു, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛനൊന്ന് പറയണം, അച്ഛനൊന്ന് പറഞ്ഞാൽ മതി, എൻ്റെ കുട്ടി സംസാരിക്കും. ഞാൻ ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ കൊച്ച് ഇളകി മറിയുക. ഈ ഓട്ടിസമാണ്, ഹൈപ്പർ ആക്ടിവിറ്റി രോഗമാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇളകി മറിയുക. കൊച്ച് സംസാരിക്കുന്നത് ഇങ്ങനെ വല്ലാണ്ട് ബഹളം വെക്കുക. അപ്പോൾ കൊച്ചിൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുക, ഞാൻ ഈശോയെ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തണേ, ഈ മാതാപിതാക്കളുടെ വേദന കാണണമേ, അങ്ങ് തന്നെ നേരിട്ട് ഇടപെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ കിട്ടിയിട്ട് ഞാൻ ഈ മാതാപിതാക്കളോട് പറയാം, നിങ്ങൾ വിഷമിക്കാതെ പൊക്കോ, ഈശോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നു, 7-ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് സംസാരിക്കും. അവർ കണ്ണു നിറഞ്ഞുകൊണ്ട്, അച്ചോ ഞങ്ങൾ വിശ്വസിക്കുന്നു അച്ചോ, ഉറച്ചു വിശ്വസിക്കുന്നു അച്ചോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഇവർ എൻ്റെ അടുക്കൽ നിന്ന് പോകുന്നു. പിന്നെ ഞാൻ കണ്ടുമുട്ടുന്നത്, കഴിഞ്ഞിടയ്ക്കാണ് ഇവരെ ഞാൻ കണ്ടുമുട്ടുന്നത്. കഴിഞ്ഞുമുട്ടുമ്പോൾ ഇവർ ഓടി എൻ്റെ അടുത്ത് വരികയാണ്, കുഞ്ഞുമായിട്ട് ഒന്ന് പറയുകയാണ്, അച്ചോ. അച്ഛൻ പറഞ്ഞ ആ ദിവസം തന്നെ, 7-ാമത്തെ വയസ്സിൻ്റെ ആ ദിവസം, ആ ബർത്ത്ഡേയുടെ ദിവസം തന്നെ എൻ്റെ കുഞ്ഞ് സംസാരിച്ചു, വാതുറന്ന് സംസാരിച്ചു, എന്നെ അമ്മയെന്ന് വിളിച്ചു, ഈശോ എന്ന് വിളിച്ചു, കരഞ്ഞുകൊണ്ട് ഒരു നന്ദി പറയുക. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് നിറഞ്ഞൊരു സത്യമാണ്, അച്ഛൻ ദൈവമേ നീ എന്തൊരു വാക്ക്, നീ എന്തൊരു വിശ്വസ്തന. ഞാൻ അഭിഷിക്തൻ്റെ ഒരു വാക്ക് അങ്ങത് നിറവേറ്റി തരുന്നു. അങ്ങ് പ്രവർത്തിക്കാൻ ദൈവമോ, അങ്ങ് വാക്ക് പറഞ്ഞ വാക്കാ. അങ്ങയുടെ വാക്കിനൊരിക്കലും മാറ്റം വന്നിട്ടില്ല. ദൈവം ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനമുണ്ട്. ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, പിശാചിനെ തല തകർക്കുമെന്നുള്ളൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. അതായത് ആദ്യ മാതാപിതാക്കന്മാർ അവർ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് പർദീസ നഷ്ടപ്പെട്ട് പുറത്തോട്ട് പോകുമ്പോൾ ദൈവം അവരെ ഇറക്കി വിടുകയല്ല, എവിടെയെങ്കിലും പോയി നശിച്ചു പോട്ടെ എന്ന് പറയല്ല. അന്നപ്പം തന്നെ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ വാഗ്ദാനം ദൈവം കാലത്തിൻ്റെ പൂർണ്ണതയിൽ,
കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം ആ വാഗ്ദാനം നിറവേറ്റുന്നുണ്ട്. തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നുണ്ട്, മനുഷ്യാവതരത്തേക്ക് വിടുന്നുണ്ട്. അവൻ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് ബലിയർപ്പിച്ച് രക്ഷിക്കുന്നുണ്ട്. പാപം മൂലം നഷ്ടപ്പെട്ടു പോയ മക്കളെ വീണ്ടെടുക്കുന്നുണ്ട്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിന് യാതൊരു മാറ്റവും ഇല്ല. അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇതിനെ ദൈവം മോശയ്ക്ക് കൊടുക്കുന്നുണ്ട്, അഹറോന് കൊടുക്കുന്നുണ്ട്, ചില വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്ന പക്ഷം നിങ്ങൾ കാനാൻ ദേശം നിങ്ങൾ സ്വന്തമാക്കുമെന്ന് പറയുമ്പോൾ അത് വെറും ഒരു കഥ പറയുകയല്ല, മനുഷ്യൻ്റെ വാക്കുപോലല്ല. ഇന്നലെ നാളെ മാറിപ്പോകുന്ന മനുഷ്യൻ്റെ ഒരുപാട് വാക്കുകളുണ്ട്. മനുഷ്യൻ ഒത്തിരി മാറ്റങ്ങൾക്ക് അവൻ വിധേയപ്പെട്ടവന് അടിമയാണവൻ. അവൻ്റെ വാക്കുകൾ മാറിപ്പോവുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് ഒരിക്കലും മാറില്ല. ദൈവത്തിൻ്റെ വാക്കിന് മാറാനാവില്ല. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 49 അധ്യായത്തിൻ്റെ 15, 14, 15, 16 വചനങ്ങൾ ധ്യാനിച്ച് വരുമ്പോൾ 14 വചനം ധ്യാനിക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ സ്നേഹം പറയുമ്പോഴുണ്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിന്റെ പേരെൻ്റെ ഉള്ളം കൈ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വചനം പറയുമ്പോൾ അതിന് യാതൊരു മാറ്റവും ഇല്ലത്. ദൈവം പറഞ്ഞ വചനത്തിന് മാറ്റം വരില്ല. നമ്മുടെയൊക്കെ വാക്കുകൾക്ക് മാറ്റം വരുന്നത്. ദൈവം വിശ്വസ്തന. ബൈബിൾ ഏറ്റവും വലിയ വചനം, ദൈവം വിശ്വസ്തന. നിന്നെ തെരഞ്ഞെടുത്ത ദൈവം, അല്ലെങ്കിൽ നിന്നെ സൃഷ്ടിച്ച ദൈവം, നിന്നെ ഇവിടം വരെ കൊണ്ടുവന്ന ദൈവം, നിന്റെ കണ്ണുനീര് കാണുന്ന ദൈവം, നിന്റെ പ്രാർത്ഥനകൾ യാചനകൾ അറിയുന്ന ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരിക്കലും ദൈവം നിന്നെ തള്ളിക്കളയുമില്ല. പക്ഷെ പലപ്പോഴും ഈ ദൈവത്തെ തള്ളിക്കളയുന്നത് നമ്മളാ മക്കളെ, നമ്മളാണ് തള്ളിക്കളയുന്നത്. അതാണ് 12 അപ്പസ്തോലരിൽ ഒരുവനായ യൂദാസ്. അവൻ ദൈവവിളി കളയുക. അവനും വിളി കിട്ടിയവനാണവൻ. അവൻ ഇന്നും സഭയിൽ അറിയപ്പെടുന്ന അഭിഷേകമുള്ള ഒരു അപ്പസ്തോലനായിട്ട് ഉയർന്നിൽക്കേണ്ടവനാ. അവൻ പോയിട്ട് തൂങ്ങിച്ചാകേണ്ടവനല്ല. അവൻ്റെ ജീവിതം പോയി തീരേണ്ട അവിടെയല്ല. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും തെറ്റിപ്പോയിട്ടില്ല. ഇവനാണ് തെറ്റുപറ്റിയത്. ഇവൻ തമ്പുരാൻ്റെ കൂടെ നടന്നെങ്കിലും ആ ദൈവത്തെ അറിയാതെ ജീവിക്കും. അവൻ്റെ വിശ്വസ്തത അറിയുന്നില്ല, അവൻ്റെ വചനത്തിൻ്റെ ശക്തി അറിയുന്നില്ല. അവൻ മറ്റൊരു വിധത്തിൽ ചിന്തിക്കുകയാണ്. അവൻ ദൈവവചനത്തെ വേറൊരു വിധത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. ഈശോയുടെ അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, വിശ്വസ്തത നിറഞ്ഞ വചനങ്ങളെ അവൻ മറ്റൊരു തരത്തിൽ അവൻ വ്യാഖ്യാനിക്കുക. അതുകൊണ്ടാണ് അവന് തെറ്റുപറ്റുന്നത്, തകർന്നു തരിപ്പണമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് വചനത്തിൽ അറിയാം. മത്തായിയുടെ സുവിശേഷം 11-ന്റെ 28, 29 വചനം എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന വചനം പറയുമ്പോൾ അത് വിശ്വസ്തതയുടെ വചനമാണ്. വിശ്വസ്തതയുടെ വചനം ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ദൈവം തള്ളിക്കളയില്ല. നീ ഏതെല്ലാം ഭാരം ചുമക്കുന്ന വ്യക്തിയാണെങ്കിലും മനസ്സ് തുറന്ന് കരഞ്ഞ് കണ്ണുനീരോടെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ തയ്യാറായാൽ ആ വിളിക്ക് ദൈവം അന്നപ്പം തന്നെ, ആ നിമിഷം തന്നെ ദൈവം നിനക്ക് ഉത്തരം തരും. വീണ്ടും നമുക്കറിയാം 2 തിമോത്തി ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 12, 13 വചനമുണ്ട്. വചനം ഇപ്രകാരമാണ്, നാം അവനോടുകൂടെ, അല്ല, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടെ വാഴും. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെ നിഷേധിക്കും. നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. വിശ്വാസയോഗ്യമാണ്. നീ സുഖം പ്രാപിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ് യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാൻ പറ്റും. ലാസറിനെ ഉയർപ്പിക്കുന്ന കർത്താവ് മർത്തയോടും മറിയത്തോടും ആവശ്യപ്പെടുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും. എന്താ വിശ്വസിക്കുന്നത്? ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നീ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നുള്ള ശ്രേഷ്ഠമായ പുണ്യത്തെ നീ വിശ്വസിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തമ്പുരാൻ്റെ ഓരോ വചനവും അത് നിറവേറുന്ന വചനമാണ്, അത് പൂർത്തീകരിക്കപ്പെടുന്ന വചനം. 1 യോഹന്നാൻ 1:1 വചനം പറഞ്ഞല്ലേ, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവനുള്ള വചനമാണ്. നമുക്കിടെ സുവിശേഷത്തിൽ 3 വട്ടം ഈശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്നുണ്ട്. ഈശോ പീഡാസഹനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 3 വട്ടം ഈശോ പറയുന്നുണ്ട്, ഇത് ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു, പ്രധാനാചാര്യന്മാരാലും നിയമജ്ഞരാന്മാരാലും പിടിക്കപ്പെടുകയും അവർ പീഡനം കിട്ടുകയും കുരിശിൽ മരിക്കുകയും ഉയർപ്പിക്കപ്പെടുകയും സംഭവം മുഴുവൻ പറയുന്നുണ്ട്. ആ പറയുന്ന വചനം സംഭവിക്കുക. ഈശോ പറയുന്ന വചനം സംഭവിക്കാതെ മാറിപ്പോകുന്നില്ല. അത് നിറവേറുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് ഈ ബൈബിളിൽ ഇരിക്കുന്ന വചനങ്ങൾ അത് കെട്ടുകഥകളല്ലത്, കെട്ടുകഥകളല്ല. 2 തിമോത്തിയിൽ വലിയൊരു വചനം നമുക്കറിയാം. 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വചനം, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീ ആകട്ടെ എല്ലാ കാര്യങ്ങളും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യാം. ജനങ്ങൾ ഉത്തമമായ പ്രബോധനം തള്ളിക്കളഞ്ഞിട്ട്
ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ വചനം തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യൻ്റെ വാക്ക് കേൾക്കാൻ പോകും. മനുഷ്യൻ ആർക്കും വിശ്വസ്തത ആകാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ പിറന്നു വീണിരിക്കുന്ന ഒരു മനുഷ്യന് പോലും അവന് വാക്ക് പാലിക്കാൻ പറ്റില്ല. അവൻ്റെ ഏറ്റക്കുറവുകളുണ്ട്. പാപത്തിൻ്റെ സ്വാധീനം വന്നിട്ട് അവൻ്റെ വാക്കുകൾ മാറും, സാഹചര്യങ്ങൾ മാറും. ഈ നാളുകൾ കാണാൻ പറ്റും. ഇഷ്ടംപോലെ വിവാഹമോചനങ്ങൾ നടക്കുകയാണ്. മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന പല വാക്കും പാലിക്കുന്നില്ല. മക്കൾ മാതാപിതാക്കൾ കൊടുക്കുന്ന വാക്കുകളും പാലിക്കപ്പെടുന്നില്ല. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഉറപ്പില്ല, വാക്കിന് ഉറപ്പില്ല, ആത്മാർത്ഥത. നമ്മൾ പറയും ഇവന് ആത്മാർത്ഥത നഷ്ടപ്പെട്ടു. ശരിയാണിത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാർത്ഥത നഷ്ടപ്പെട്ട ആരും കരുതരുത്. ഈ ലോകത്തുള്ള 700 കോടി ജനവും അവിശ്വസ്തതയുടെ വഴിയിലൂടെ പോകുമ്പോഴും ദൈവം ഏകരക്ഷകനായ ഈശോ മിശിഹ അവിടുത്തെ വാക്കുകൾക്ക് ഒരവിശ്വസ്തതയും വന്നിട്ടില്ല. അവൻ വിശ്വസ്തന. ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിയുടെ പ്രതിഫലം കൊടുക്കുന്ന സ്നേഹനിധിയായ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ യാതൊരു മാറ്റമില്ല. അവൻ്റെ വിശ്വസ്തതയ്ക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. വീണ്ടും നമുക്കറിയാം 2 കൊരിന്തോസ് 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനമുണ്ട്. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിനത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ദൈവം പറയുകയാണ്, സ്വീകാര്യമായ സമയം. തമ്പുരാൻ ആ സമയത്ത് അത് ചെയ്തുകൊള്ളും. നീ യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. 1 പത്രോസ് 5:5-7 വരെയുള്ള വചനത്തിൽ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. സ്വീകാര്യമായ സമയമുണ്ട്. നിന്റെ അപേക്ഷകൾ നീ സമർപ്പിച്ചുകൊള്ളുക. ദൈവം ആ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം അവിടെ പ്രവർത്തിച്ചുകൊള്ളും. ആ ഒരു വലിയ വിശ്വാസം നിൻ്റെ ഹൃദയത്തിൽ നിറയെ ഉണ്ടായിരിക്കണം. ഒരിക്കലും നീ ചിന്തിക്കരുത്, ദൈവം ഇത് കേൾക്കുന്നുണ്ടോ, ദൈവം കാണുന്നുണ്ടോ, ദൈവം ഇടപെടുമോ, നീ സംശയിക്കരുത്. വീണ്ടും ഫിലിപ്പി ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വചനം, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങൾ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നിങ്ങളുടെ ചിന്തകളെ അതിലംഘിക്കുന്ന ഇടപാടുണ്ടാകും. എനിക്കറിയാം, ധ്യാനാവസരങ്ങളിൽ ആളുകൾ വന്നിട്ട് അവരുടെ വേദനകൾ പങ്കുവെക്കും. അവിടെ ഞാൻ പറയാം, പ്രാർത്ഥിക്കും. നിങ്ങളുടെ അപേക്ഷകളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ വെക്കും. നിങ്ങൾ വെക്കും. ഇനി കർത്താവ് ഇടപെടാൻ സമയം കൊടുക്കും. കർത്താവ് ഇടപെടാൻ സമയം നിങ്ങൾ ഓടി ബഹളം വെക്കാതിരിക്കുക. നിങ്ങൾ ദൈവം ഇടപെടുമോ സംശയിക്കാതിരിക്കുക. ദൈവം ഇടപെടുമെന്ന് വെച്ചാൽ ഇടപെടും. അത് ഏത് തരം പ്രശ്നമുള്ള വ്യക്തിയിലാണെങ്കിലും. ഒരിക്കൽ ഞാൻ ഓർമ്മിക്കുക, ഒരു കുടുംബനാഥ വന്നിട്ട് പറയാം, എൻ്റെ ജീവിത പങ്കാളി ഭയങ്കര മദ്യപാനിയാണ്, കുടുംബം തകർത്തുകൊണ്ടിരിക്കുക, പള്ളി പോകത്തില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, ഈ മനുഷ്യനെ ഒന്ന് മാനസാന്തരപ്പെടുത്താൻ എന്തെങ്കിലും വഴി അച്ചോ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അദ്ദേഹത്തെ ഇങ്ങോട്ട് ധ്യാനത്തിനായിട്ടൊന്ന് വിളിച്ചു. വിളിച്ചു. അത് ഞാൻ ധ്യാന കേന്ദ്രം ഒന്ന് കേട്ടാൽ അദ്ദേഹം ചീത്ത പറയും, ധ്യാനം ഒന്ന് കേട്ടാൽ ചീത്ത പറയും. അത് താല്പര്യമില്ലാത്തൊരു മനുഷ്യന്. ഇദ്ദേഹത്തോട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഞാൻ പ്രാർത്ഥിക്കാം. കുറേ നേരം ഈ മകളുടെ തലയിൽ കഴിച്ചുകൊണ്ട് ഈ മകൾക്ക് വേണ്ടി, ആ കുടുംബം മുഴുവന് വേണ്ടി, പ്രത്യേകിച്ച് ആ ജീവിത പങ്കാളിയും കർത്താവിന് കൊടുത്തു. ഞാൻ ഇത്രേ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഈ മകളുടെ ജീവിത പങ്കാളി അങ്ങ് ഏറ്റെടുക്കണം. കർത്താവെ, അങ്ങ് ഏറ്റെടുക്കണം. ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് ഇപ്പോൾ തന്നെ ഇത് ഏറ്റെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിത് ചോദ്യമൊന്നുമില്ല. കാരണം ദൈവമുണ്ട്. അവിടുന്ന് കേൾക്കുന്നുണ്ട്, അവിടുന്ന് കാണുന്നുണ്ട്, അവിടെ ചെവി അടഞ്ഞു പോയിട്ടില്ല. അവിടത്തേക്ക് എല്ലാം അറിയാം, മുഴുവൻ അറിയാം. നമ്മുടെ വിചാരം ദൈവത്തിനൊന്നും അറിയത്തില്ല, ദൈവം ഒന്നും കാണുന്നില്ല, ദൈവം ഒന്നും കേൾക്കുന്നില്ല, ദൈവം ഒന്നും ചെയ്യുന്നില്ല. പലരും കാഴ്ചപ്പെടും, ദൈവം ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ കണ്ണുനീര് കണ്ടിട്ട്, എൻ്റെ കുടുംബത്തിൻ്റെ വേദന കണ്ടിട്ട്, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട്, എൻ്റെ ജീവിത പങ്കാളിയുടെ ഈ പാപകരമായ ജീവിതം കണ്ടിട്ട് ദൈവം ഇടപെടുന്നില്ല. അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവത്തിന് സമർപ്പിച്ചിട്ട് പറഞ്ഞു, തമ്പുരാനെ, അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് പ്രവർത്തിക്കണമേ. ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഞാൻ അറിയുന്നത്, അദ്ദേഹം സന്തോഷത്തോടെ, പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വരികയാണ്. അപ്പോഴേക്കും ഈ മനുഷ്യൻ വന്ന് ധ്യാനമൊക്കെ കൂടി ഭയങ്കര മാറ്റം സംഭവിച്ചു. ഞാൻ ഇദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണല്ലോ, ഭർത്താവ് ധ്യാനത്തിൽ നിന്ന് വരികയായിരുന്നു. അല്ലച്ചോ, ഇദ്ദേഹത്തിന് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു പെട്ടെന്നൊരു മാറ്റം. ഈ പെട്ടെന്നുള്ള മാറ്റം ദൈവം കൊടുക്കുന്ന മാറ്റമോ. ദൈവം തക്ക സമയത്ത് ഇടപെടുകയാണ്. ചരിത്രത്തിൽ ഇതാണ്, ദൈവം ഇടപെടും. ആ ഒരു വിശ്വാസം ഉണ്ടാകണം. നമ്മളൊരുപാട് ചതിക്കുന്നുണ്ടാകാം, നമ്മളൊരുപാട് പേര് പരിഹസിക്കുന്നുണ്ടാകാം, നമ്മളൊരുപാട് നീതി കിട്ടാതെ വിഷമിക്കുന്നുണ്ടാകാം, നമ്മൾ ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ടാകാം. ദൈവം ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ടാകാം. ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനീ ലോകത്ത് ഇതൊക്കെ സംഭവിക്കുന്നു, ഈ നാശങ്ങൾ സംഭവിക്കുന്നു, ഈ തകർച്ചകൾ സംഭവിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമുണ്ട്. സ്വീകാര്യമായ സമയത്തിന് വേണ്ടി നിൽക്കുക. തമ്പുരാൻ ഇടപെടും. നമുക്കറിയാം, ചരിത്രത്തിൽ
BC 4-ാം നൂറ്റാണ്ടിലാണ്. 4-നും 3-നും ഇടയ്ക്കാണ് കർത്താവ് ജനിച്ചതെന്നാണ് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ സത്യം അതാണ്. കർത്താവ് ജനിച്ച കാലഘട്ടം പഠിപ്പിക്കുക. പ്രിയപ്പെട്ട, ശരിക്കും സംഭവം എന്താണ്? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാനായിട്ട് വാഗ്ദാനം കൊടുക്കുന്നത്. പക്ഷേ ഈ വാഗ്ദാനം നിറവേറാൻ എത്രയോ നൂറ്റാണ്ടുകൾ എടുക്കുക. എന്താ ഈ നൂറ്റാണ്ടുകൾ എടുക്കാൻ കാരണം എന്താ? ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു സമയമുണ്ട്. ദൈവത്തിന് സമയമുണ്ട്. ആ സമയം മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളല്ല, മനുഷ്യൻ്റെ ചിന്താഗതിയിലല്ല, ആ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇപ്പോൾ പരിശുദ്ധ കുർബാന ആരാധനയിലോട്ട് നാം വരാൻ പോവുക. ഇതിൽ പങ്കെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈശോയുടെ മക്കളെ, ഈ വചനങ്ങളെ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പം തന്നെ പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടും. നിങ്ങൾ സമയം കൊടുക്കുക. തമ്പുരാൻ ഇടപെടാൻ സമയം കൊടുക്കുക. ബഹളം വെക്കാതിരിക്കുക. തമ്പുരാനെതിരെ സംസാരിക്കാതിരിക്കുക. കുറ്റം പറയാതിരിക്കുക. ദൈവം ഇടപെടും ചോദിക്കാതിരിക്കുക. ദൈവം ഇടപെടുക തന്നെ ചെയ്യും. ഏറ്റവും വിശ്വാസത്തോടെ, ഏറ്റവും ഭയത്തോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ നമുക്കിപ്പോൾ ഈ ആരാധന സമയത്ത് നമ്മുടെ ജീവിതം സമർപ്പിക്കുക. വിശ്വാസം വേണം. ഇത് പറയുന്ന മനുഷ്യനോടല്ല, ഞാൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയിൽ നമുക്ക് പങ്കുചേരുക. ഹല്ലേലൂയാ, 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 ആമേൻ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ അങ്ങയെ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ, തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് പറഞ്ഞുവല്ലോ, അങ്ങ് കൽപ്പിച്ചുവല്ലോ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതേ കർത്താവേ, അങ്ങയുടെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു പരിശുദ്ധാത്മാവ്. ഞങ്ങളെല്ലാവരും അരൂപി നിറയാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. അങ്ങത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ, 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 ആമേൻ. അങ്ങയുടെ മുമ്പാകെ എല്ലാ മാരക പാപികളെ സമർപ്പിക്കുന്ന ദൈവമേ, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ, ഇവയ്ക്ക് അടിമപ്പെട്ട ജീവിതങ്ങൾ, അതുപോലെ തകർന്നുപോയ ജീവിതങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, പാപത്തിൻ്റെ കൂട്ടുകെട്ടുകൾ, ജഡിക പാപങ്ങൾ, ഇവയ്ക്ക് അടിമപ്പെട്ട ജീവിതങ്ങൾ, സ്വയം വിശ്വാസം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ, വ്യക്തികൾ ഒക്കെ സമർപ്പിക്കുന്നു. തിന്മയുടെ സ്വാധീനത്തിൽ കഴിയുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സ്ഥലങ്ങൾ, അധ്വാന മേഖലയൊക്കെ തരുന്ന കർത്താവേ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കൾ, ഈശോയെ അവരെല്ലാം വിശ്വാസത്തോടെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ഇടവരുത്തണമേ. ഈശോയെ, വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവമേ, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വ്യക്തികളോടും അങ്ങ് സംസാരിക്കണേ കർത്താവേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയണമേ. ഈശോയെ അങ്ങ് ഇടപെടണമേ. ഇടപെടണമേ. മരിച്ചഴുകിയ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, പാപമൂലം അഴുകിക്കഴിയുന്ന ഒരുപാട് തകർന്ന് ജീവിക്കുന്ന ജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ വചനം പുറപ്പെടുവിക്കണമേ. ലാസറേ, പുറത്തു വരിക എന്നങ്ങ് കൽപ്പിച്ചതുപോലെ ഈ സമയത്ത് ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാരക പാപികൾ, മാരക പാപത്തിന്റെ ബന്ധനാവസ്ഥയിൽ നിന്ന് പുറത്തു വന്നിട്ട് ജീവൻ പ്രാപിക്കാൻ വേണ്ടി, സ്തുതിയുടെയും വിശുദ്ധിയുടെയും ജീവൻ നയിക്കാൻ വേണ്ടി കർത്താവേ, സ്വർഗം തുറന്ന് അഭിഷേകം ചൊരിയണം. അവിടെ ആത്മാവിനെ വർഷിക്കണമേ. വലിയ വിടുതൽ വർഷിക്കണമേ. കെട്ടഴിച്ചു വിടണേ കർത്താവേ. അത്ഭുതം പ്രവർത്തിക്കണേ കർത്താവേ. ഹല്ലേലൂയാ, 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 ഈ സമയത്ത് ഈ ദൈവമക്കളും ചെറുതും വലുതുമായ വേദനകൾ സമർപ്പിക്കുന്നു. രോഗികളെ ഓരോന്നോരോന്നായിട്ട് കർത്താവ്, ഓരോരുത്തരെയും പേരുപേരായി കർത്താവെ നിന്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ദൈവമേ. ഈശോയെ, പഠിക്കുന്ന കുട്ടികളെ സമർപ്പിക്കുന്നു, യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു, പാപബന്ധനങ്ങൾ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു, കുടുംബജീവൻ നയിക്കുന്നവരെ സമർപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു, വിവാഹമോചനത്തിൻ്റെ മക്കൾ നിൽക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. മക്കളില്ലാത്ത കുടുംബങ്ങളെ കർത്താവെ പ്രത്യേകം നിന്റെ കരങ്ങൾ തരുന്ന ദൈവമേ. ഈശോ ഏറ്റെടുക്കണമേ. വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കും. കിടപ്പ് രോഗികൾ തരുന്ന ദൈവമേ. ശരീരം
പ്രയാസം, രോഗങ്ങൾ ബാധിച്ചവരെ സമർപ്പിക്കുന്ന ഈശോയെ. ഒരുപാട് പ്രശ്നങ്ങളോട് കടന്നു പോകുന്നൊരു കടബാധ്യത, കുടുംബ പ്രശ്നങ്ങൾ, ഏകാന്തത, എനിക്കാരുമില്ലെന്ന ചിന്തകൾ, ഒരുപാട് ചതി വഞ്ചന ഇവ അനുഭവിച്ച മക്കൾ തരുന്ന കർത്താവെ. കുടുംബത്തിൽ ഒരുപാട് തകർച്ചകൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ അനുഭവിക്കുന്ന മക്കൾ തരുന്ന കർത്താവെ. ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ, ഈശോയെ ഏറ്റെടുക്കണം, ഈശോയെ അങ്ങ് സംസാരിക്കണേ കർത്താവെ. ഇപ്പോൾ സംസാരിക്കണമേ, ഇവരുടെ ജീവിതം തുടരണമേ കർത്താവെ, തുടരണമേ ഈശോയെ. എല്ലാ വൈദികരെ സമർപ്പിക്കുന്നു ഈശോയെ, തിരുസഭ മുഴുവനും സമർപ്പിക്കുന്നു, സന്യസ്തരെ സമർപ്പിക്കുന്ന ദൈവമേ. ഈശോയെ ശുശ്രൂഷ പങ്കെടുത്തിരിക്കുന്ന എല്ലാ മക്കളേക്കും വിശ്വസ്തനായ കർത്താവെ, അങ്ങയുടെ ആണിപ്പഴുതുള്ള കൈകൾ നീട്ടണമേ, അങ്ങയുടെ ആണിപ്പഴുതുള്ള കൈകൾ നീട്ടണമേ, നീട്ടി തൊട്ട് സുഖപ്പെടുത്തണമേ ഈശോയെ. ഈശോയെ ശുശ്രൂഷ പങ്കെടുക്കുന്ന ആരെയും ഉപേക്ഷിക്കരുത് കർത്താവെ. ഈശോയെ ഏത് ഭാഷക്കാരായാലും ഒരു അനുഗ്രഹിക്കണ കർത്താവെ, ഏത് രാജ്യക്കാരായാലും അനുഗ്രഹിക്കണ കർത്താവെ. കുറവുകളുള്ളവർ മക്കളെ പ്രത്യേകം പരിഗണിക്കണ കർത്താവെ. ഈശോയെ വിശ്വാസം കുറഞ്ഞു പോയ മക്കൾ, ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന മക്കൾ, ഈശോയെ വിശ്വസിക്കുവാൻ അങ്ങ് ഇടവരുത്തണമേ ഈശോയെ. ഈശോയെ അങ്ങ് വിശ്വസിക്കാൻ ഇടവരുത്തണ കർത്താവെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുമേ, തക്ക സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളും. ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. വിശ്വസ്തനായ ദൈവം തൻ്റെ അരൂപിൽ നിങ്ങളെ നിറച്ച് ഈ കാലഘട്ടത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി നിങ്ങൾ ഉയർത്തട്ടെ, അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഒഴുകട്ടെ, എല്ലാ ഹൃദയങ്ങളും ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഈശോയെ ഞങ്ങൾ ഏറ്റവും ഭക്തിപൂർവ്വം കരങ്ങൾക്ക് ഉപയോഗിച്ച് ഈശോയെ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പരിശുദ്ധ കുർബാനകളിലേക്ക്, ദിവ്യ ബലിയിലേക്ക് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കുന്നു. ഉയർത്തപ്പെട്ടു നിൽക്കുന്ന കാസുകളിലേക്കും പിലാസുകളിലേക്കും ഞങ്ങളുടെ ജീവിതങ്ങളെ കാഴ്ചവെക്കുന്ന കർത്താവെ. ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. ഈശോയെ അങ്ങ് തൊടണമേ കർത്താവെ. ഈശോ കണ്ണുനീര് കർത്താവെ, ഞങ്ങളുടെ കണ്ണുനീരും ആ കൂട്ടത്തിൽ ഞങ്ങൾ ചേർക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ബലഹീനതകളും ചേർക്കുന്നു, ഞങ്ങളുടെ അവസ്ഥകളും ചേർക്കുന്നു, ഞങ്ങളുടെ സങ്കടങ്ങളും ചേർക്കുന്നു. പിശാചിന്റെ അടിമത്തെ ഞങ്ങൾ മോചിപ്പിക്കണേ കർത്താവെ. പക്ഷെ ഞങ്ങൾ പലർക്കും ബന്ധനം അഴിക്കാൻ പറ്റുന്നില്ല കർത്താവെ. പലവിധ ബലഹീനതകൾ ഞങ്ങൾ വേട്ടയാടുന്ന കർത്താവെ. പാപം ഞങ്ങളെ തീർക്കുക കർത്താവെ. ഞങ്ങളുടെ മനസ്സ് ഒറ്റപ്പെട്ടു പോകും ദൈവമേ. ഇടപെടണമേ കർത്താവെ. കർത്താവേ, അങ്ങയുടെ മഹത്വമേറെ കരം നീട്ടണമേ, മഹത്വമേറെ കരം നീട്ടണമേ, കരം നീട്ടണമേ. ഈ സമയത്ത് അങ്ങ് പ്രവർത്തിക്കണമേ. സാത്താന്റെ കെട്ടഴിച്ചു വിടണമേ. യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന കെട്ടഴിയട്ടെ. സാത്താന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. അനേക കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 കർത്താവേ, ഇപ്പോൾ നൽകിയ നന്ദി ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കുഷ്ഠരോഗി പറഞ്ഞില്ലേ, മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ പറ്റും. കർത്താവേ, ഇതെല്ലാവരും പറയുന്നു, സ്വയം അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ സുഖപ്പെടുത്താൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. കർത്താവേ, മനസ്സ് വെക്കണേ, ഇടപെടണമേ. തീർച്ചയായിട്ടും വിശ്വാസത്തോടെ ദൈവമേ, അങ്ങ് വിശ്വസ്തൻ. അങ്ങൊരു വാക്കരുൾ ചെയ്താൽ മതി, അങ്ങൊരു വാക്കരുൾ ചെയ്താൽ മതി. അത് വിശ്വസിക്കുന്നു, അങ്ങ് അരുളി ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സമയത്ത് രോഗികളായ ഞങ്ങളോട്, പാപികളായ ഞങ്ങളോട്, തകർന്നു പോയ ഞങ്ങളോട് അങ്ങ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മകളെ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, ഞാൻ വിടുതൽ നൽകുന്ന ദൈവമാണ്, കരുണ കാണിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ദൈവമേ, ആ വലിയ സഹായം ഞങ്ങൾ അനുഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ആശീർവദിക്കണമേ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,